ഒരു ബൈബിള് വായിച്ചു തീർക്കണമെന്ന ആഗ്രഹമാണ് പാലാ രൂപതയിലെ കാഞ്ഞിരമറ്റം ഇടവകയിലെ കുളത്തെങ്കിൽ വീട്ടിൽ ലൂസി മാത്യുവിനെ ഇക്കാണുന്ന ബൈബിൾ മുഴുവൻ എഴുതിപ്പിച്ചത്. പുതിയ നിയമവും പഴയ നിയമവും സെപ്പറേറ്റ് എഴുതി, ഇംഗ്ലീഷിലും ബൈബിൾ എഴുതി. അങ്ങനെ ഏകദേശം 1 വർഷക്കാലം എടുത്താണ് ഈ കാണുന്ന ബൈബിൾ മുഴുവനും എഴുതി തീർത്തത്. ആ ബൈബിൾ എഴുതിയ പേനകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ലോഗോസ് ക്വിസിന് ചേർന്നതാണ്. ലോഗോസ് ക്വിസിന് പഠിച്ചു തുടങ്ങിയപ്പം ഒന്നും തലയിലേക്ക് നിൽക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ചേച്ചി ബൈബിൾ എഴുതിയ ആളാണ്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ പഠിച്ചിട്ടൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിയും ലോഗോസ് ക്വിസിന് ചേർന്ന ആളാണ്. ചേച്ചി പറഞ്ഞു, നീ ആ പഠിക്കാനുള്ള ഭാഗം എഴുതാൻ പറഞ്ഞു കുറച്ച് വിധം. അങ്ങനെ ആദ്യം പഠിക്കാൻ ലോഗോസിനുള്ള ഭാഗം എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കങ്ങ് നിർത്താൻ പറ്റാതെ ആദ്യം ലോഗോസിന് എഴുതി, പിന്നെ പുതിയ നിയമം പൂർത്തിയാക്കി, പിന്നെ അങ്ങ് നിർത്താൻ പറ്റാതെ വന്നു. ആ സമയമാകുമ്പോൾ അങ്ങ് എഴുതി പോവുകയാണ്. അങ്ങനെ അങ്ങ് തുടർന്നു. സമ്പൂർണ്ണ ബൈബിൾ പൂർത്തിയായി. 21 എഴുതി തുടങ്ങിയില്ല, 22 എഴുതി തുടങ്ങി. അതിനിടയ്ക്ക് മക്കളുടെ കല്യാണം ഉണ്ടായിരുന്നു. അതൊന്നും എന്നെ ബാധിച്ചില്ല, ബൈബിൾ എഴുത്തിനെ ബാധിച്ചില്ല. പിന്നെ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അങ്ങനെ പോയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം മാത്രമേ ഒട്ടും എഴുതാതെ പോയതുള്ളൂ. രഹസ്യമായിട്ടാണ് തുടങ്ങിയത്, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എഴുതിയതല്ലേ, ആരും അറിയിച്ചില്ല. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെ നമുക്ക് എന്തോ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് ആരും വായിക്കാത്തതുകൊണ്ടായിരിക്കും ആർക്കും മനസ്സിലാവാത്ത. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലായത്. അവർക്കും വളരെ ഹാപ്പിയാണ്. കാര്യം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ ബൈബിൾ മൊത്തം എഴുതുക. അതും മുതൽ 5400 പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഒരു ഡെയിലി എനിക്കൊന്ന് 2 മണിക്കൂർ കൂടുതൽ എഴുതിയിട്ടില്ല. ആ സമയം കൊണ്ടാണ് ഇതെല്ലാം എഴുതി തീർത്തത്. ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചറിൻ്റെ എഴുത്താണ് ടീച്ചറിനെ ഇപ്പം മുന്നോട്ട് നയിക്കുന്നത്. ആ എഴുത്തിന് കൂടെ ചേർന്ന് നിൽക്കുകയാണ് ടീച്ചറിൻ്റെ സന്തത സഹചര്യമായിട്ടുള്ള ടോമി സാർ. ഇരുവർക്കും കൂടുതൽ എഴുത്തുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.